ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജി. ഞാനിന്നിവിടെ ഡേറ്റ എൻട്രിയെ കുറിച്ചും ഡേറ്റ എഡിറ്റിങ്ങിനെ കുറിച്ചുമാണ് പറയുന്നത്. എന്താണ് ഈ ഡേറ്റ എൻട്രി എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഡേറ്റ എൻട്രി എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റാസ് ആണ് നമ്മുടെ എക്സലിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്? ടെസ്റ്റ്, നമ്പർ, ഫോർമുലാസ്, ഇവയാണ് നമ്മൾ ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എക്സലിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് നമ്മുടെ എക്സലിൽ അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കണ്ടോ, കെയുടെ ഫങ്ഷൻസ് അത്രയാണ്. അതുപോലെ എം കണ്ടോ, എമ്മിന്റെ ഫങ്ഷൻസ് കണ്ടോ, ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഇവിടെ എക്സലിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പൊ ഒരെണ്ണം കൂടി നോക്കിയാ കണ്ടോ, ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മുടെ എക്സലിൽ നമുക്കുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ടോട്ടൽ കാണാൻ നോക്കും. ടോട്ടൽ കാണാനായിട്ട് ഈസിക്കൽ ടു ഈ സെല്ല് സെലക്ട് ചെയ്ത് പ്ലസ് അടുത്ത സെല്ല് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു. ഉണ്ടോ, അതിൻ്റെ ടോട്ടൽ കണ്ടു. ഇനി ഇതിന് തന്നെ വേറെ ഫങ്ഷൻസ് നോക്കിയാലോ. ഈസിക്കൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്ത് ലാസ്റ്റത്തെ സെല്ല് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്തു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ എക്സലിൽ നമുക്കുണ്ട്. ഇനി അടുത്ത ഇതെന്താണ്? നമ്മുടെ ഫോർമുല ബാർ ആണ്. അതായത് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇത് ഫീഡ് ചെയ്യുവാണെങ്കിൽ അത് ഇവിടെ കാണാം, ഈടെ സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാം. ഇപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്തു, എന്താണ് നമ്മൾ എന്താണ് ഇവിടെ സം ചെയ്തില്ലേ, അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ഇതിപ്പോ നമ്മള് കണ്ടോ, എനിക്ക് ഇതിനിപ്പോ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നാ, ഇതിനിപ്പം ഇച്ചിരി സ്പേസ് കുറവാണ്. അതിന് നമ്മൾ ഇച്ചിരി കൂടി സ്പേസ് ആക്കണമെങ്കിൽ ഇതുപോലെ കൾസർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ നമുക്ക് സ്പേസ്. ഇപ്പൊ എനിക്ക് മാക്സ് നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ഉണ്ടോ, നമുക്ക് സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കൾസർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് സ്പേസ് വരും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് കൾസർ കൊണ്ടുവച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഇനിയിപ്പോൾ ഇത് ഇനി ഇതെല്ലാം ഓരോ ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ളതാണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, അങ്ങനെ ഓരോന്നിന്റെ കീഴിലും ഓരോ ടൂൾസ് ഉണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഈ നെയിം ഓഫ് സ്റ്റുഡന്റ് ഒന്ന് ബോൾഡ് ആക്കണം. അതിന് ഇത് കൊടുക്കുമ്പോൾ ഇത് ബോൾഡ് ആയി കിട്ടും. അതേപോലെ തന്നെ ഇതൊന്ന് ഇറ്റാലിക് ആക്കി അണ്ടർലൈൻ ചെയ്യാം നമുക്ക്. അതുപോലെ എനിക്ക് ഇതിന്റെ വലിപ്പം ഇച്ചിരി കൂടി കൂട്ടണം. ഞാൻ ഈ ഒരു കണ്ടോ, അപ്പൊ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി കൾസർ വെച്ച് ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടി നീങ്ങി വരും. കണ്ടോ, എനിക്കിനി ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കണം. ഞാൻ ഇത് ഇത് കണ്ടോ, ഫില്ല് കളർ കണ്ടോ, ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇപ്പൊ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ചെയ്യാം. അല്ലേ, ഇത് നമ്മൾ ഗ്രീൻ കൊടുത്തു. കണ്ടോ, അതേപോലെ ഇനി എനിക്ക് ഇതിനും കളർ കൊടുക്കണം. ഇതും മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഞാനൊരു യെല്ലോ കളർ കൊടുത്തു. യെല്ലോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ കൊടുക്കാം. കണ്ടോ, റെഡ് കളർ. ഇനി ഇത് നമുക്ക് മാറ്റാൻ. കണ്ടോ, ഏത് വേണമെങ്കിലും ഫോണ്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇത് കൊടുത്താൽ ഇച്ചിരി കൂടി ബോൾഡ് ആയിട്ട് വരും. കണ്ടോ, അതേപോലെ ഇതിനും നമുക്ക് അത് മാറ്റി കൊടുക്കാം.
ഇനി ഇതിന്റെ അലൈൻമെന്റ്, അതായത് ഇപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടോ ലെഫ്റ്റിലോട്ട് പോകുന്നു, ഇത് നീക്കിയ കണ്ടോ റൈറ്റിലോട്ടാണ് ഇത് പോകുന്നത്, ഇത് നമ്മുടെ സെൻട്രൽ വരും, ഇതാണ് അലൈൻമെന്റ് ആണിത്. അതേപോലെ തന്നെ ഇനി ഇതിനെ എനിക്ക് ബോർഡർ ആക്കണം. അതിന് എന്ത് ചെയ്യാണ്, ഇത് സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ ഇവിടെ ഇതെല്ലാം ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ടേ ഓൾ ബോർഡേഴ്സ്, അങ്ങനെ നമുക്ക് ഓട്ടോ ബോർഡർ ആകാനും പറ്റും. കണ്ടോ ഇനി അടുത്ത് നമ്മൾ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോ ഇത്രയും ഞാൻ ചെയ്തു. ഇനി എനിക്കിതിനെ ഡിലീറ്റ് ചെയ്യുക. ഞാൻ മുകളിൽ ഇപ്പം ഈ സെൽ എനിക്ക് വേണ്ട, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റ് ചെയ്യുമ്പം ഇവിടെ താഴെ കാണാം ഡിലീറ്റ് സെല്ല്, ഡിലീറ്റ് ഷീറ്റ് റോയ, ഡിലീറ്റ് ഷീറ്റ് കോളം, ഡിലീറ്റ് ഷീറ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് റോ മതി, ഞാൻ ഈ സുമി എന്നുള്ള ആളുടെ ഇത് ഡിലീറ്റ് റോ പോയി. അത്രയും നല്ല എനിക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെയും ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു വിൻഡോസ് ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് എൻ്റർ റോ കൊടുത്ത് ഓക്കെ കൊടുത്ത അതും നമുക്ക് പോവും. പിന്നെ ഇത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ മുകളിൽ അൺഡു റീഡും ഉണ്ട്, അൺഡുവിൽ പിടിച്ച് നീക്കിയാൽ നമുക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ഇനി ഇത് മൊത്തത്തിൽ ഇത് കളയുക. ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, ഇവിടെ ഒരു ക്ലിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, അത് ഈ പറഞ്ഞ പോലെയാണ്. അതിനകത്ത് നമുക്ക് ക്ലിയർ ഓള് കൊടുക്കാം, ക്ലിയർ ഫോർമാറ്റ് കൊടുക്കാം, ക്ലിയർ കണ്ടന്റ് കൊടുക്കാം, ക്ലിയർ കമന്റ്സ് കൊടുക്കാം. ഇപ്പൊ ഞാനിത് കൊടുത്തു, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ക്ലിയർ കണ്ടന്റ് ഫുള്ള് പോയി, പക്ഷെ അതിന്റെ ഫോർമാറ്റ് പോയിട്ടുണ്ടോ ഇല്ല. അപ്പൊ ഞാൻ ക്ലിയർ ഞെക്കിട്ട് ക്ലിയർ ഫോർമാറ്റ് കണ്ടോ, അത് മൊത്തത്തിൽ പോയി. ഇനി തിരിച്ചു വരണമെങ്കിൽ കണ്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പോ എനിക്ക് ഈ പേര് ചേഞ്ച് ചെയ്യുകയെന്ന് വെച്ചു. എനിക്കിപ്പോ ഇവിടെ മീര എന്നുള്ള ഈ പേര് വേണ്ട, പകരം എനിക്കിവിടെ മനു എന്ന് മതി. എന്ത് ചെയ്യാം, മനു എന്ന് അടിച്ചിട്ട് ഇവിടെ കണ്ടോ ഈ കൾസർ ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ എന്നിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ മീരയുടെ ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഡു യു വാണ്ട് എ റീപ്ലേസ് ദി കണ്ടന്റ് ദി ഡെസ്റ്റിനേഷൻ സെൽ എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ ഓക്കെ കൊടുത്താൽ കണ്ടോ ആ പേര് അവിടെ മാറും. അതുപോലെ തന്നെ നമ്പേഴ്സും ഇപ്പൊ എനിക്ക് 200 അവിടെ വരേണ്ടത്, ഞാൻ എന്ത് ചെയ്യുക ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു, അപ്പോഴും ഇതുപോലെ വിൻഡോസ് വരും. ഞാൻ ഓക്കെ കൊടുത്തു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്തും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക്